എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28. അപ്പോൾ ഭഗവാൻ കപില മഹർഷി, കപില വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ആ തത്വം, ഈശ്വര തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഭക്തിയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം പ്രകൃതി പുരുഷൻ എന്താണ് എന്ന് വേർപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ചു പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എങ്ങനെയാണ് ഈ പ്രകൃതിയെ മനസ്സിലാക്കി ജീവിക്കാം, അപ്പോൾ എങ്ങനെ പുരുഷനെ പ്രകൃതിയിൽ നിന്നും വേർപെടാൻ സാധിക്കും, പ്രകൃതിയാണ് ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാനല്ല എന്ന് അറിവിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു പുരുഷന് അതാണ് പ്രകൃതിയെ മനസ്സിലാക്കിയ ഒരു പുരുഷൻ എങ്ങനെ, പുരുഷൻ എന്ന് വെച്ചാൽ ആത്മാവിനെ, ജീവാത്മാവിനെ എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും, അതിനുള്ള ഉത്തരമായിട്ട് മനസ്സാണ് അതിൻ്റെ പ്രധാനമായ ആധാരം എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഭൗതികമായ രീതിയിൽ നമ്മളിപ്പോൾ സാധാരണക്കാരൻ്റെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതികമായി ഈ ലൗകിക സുഖങ്ങളോട് ചേർന്ന് ജീവിക്കാനാണെങ്കിൽ അതും മനസ്സാണ് വഴിയൊരുക്കുന്നത്, മനസ്സാണ് അതിന് കാരണം. അതേസമയം ആത്മീയമായി ജീവിക്കാനാണെങ്കിലും മനസ്സാണ് അതിന് കാരണം. അപ്പോൾ ഈ മനസ്സാണ് രണ്ട് രീതിയിലേക്കും തിരിച്ചു കൊണ്ടുവന്നത്. ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് കർമ്മം ചെയ്യുന്നതും മനസ്സാണ്, ഞാൻ തോന്നിക്കൊണ്ട് ചെയ്യുന്നതും മനസ്സാണ്. നമ്മൾ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നതിനെയൊക്കെ മനസ്സാണ് ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് കണ്ണാണ്, ആ രൂപത്തെ എടുക്കുന്നത്, പക്ഷെ മനസ്സ് ഞാൻ കാണുന്നു എന്ന് അവിടെ വിശ്വസിക്കുന്നു. അപ്പം ഞാനാണ് എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതും മനസ്സാണ്. എന്നാൽ ഞാനല്ല ചലിക്കുന്നത് പ്രകൃതി എന്ന ശക്തിയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന ഈ ശരീരത്തെ ആ പ്രകൃതി എന്ന ശക്തിയാണ് ചലിപ്പിക്കുന്നത്. ഞാൻ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന പുരുഷനാണ് എന്ന തിരിച്ചറിവും മനസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പം മനസ്സാണ് അതിന് സാധിക്കണമെങ്കിൽ മനസ്സടങ്ങണം. ഇന്നത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും ഇന്നലകളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ വിട്ടിട്ട് അത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, മനസ്സിന് എന്തെങ്കിലും ഒന്നുമില്ലാതെ തനിയെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു അത്താണി, അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ ചാരി നിൽക്കാനുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞ് നമ്മൾ ഈശ്വരനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാം മനസ്സിനെ. അപ്പോൾ മറ്റ് ചിന്തകളാകുന്ന വ്യതിയാനങ്ങൾ, ചലനങ്ങളൊക്കെ ഇല്ലാതാകുന്നു, ശമിക്കുന്നു, കുറഞ്ഞു വന്ന് ചലനമില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 27ാമത്തെ അധ്യായം അവസാനിച്ചത്. 28ാമത്തെ അധ്യായത്തിൽ അത് സാധ്യമാകണമെങ്കിൽ, അതായത് മനസ്സ് അടങ്ങണമെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ പരിശീലനം ആവശ്യമാണ്. അതിനുള്ള മാർഗമാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. യോഗം അതായത് ധ്യാനം പരിശീലിക്കുക. അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ മാത്രമേ മനസ്സിനെ അടക്കാൻ സാധിക്കൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം അതിനുള്ള മാർഗമായിട്ട് കപില വാസുദേവൻ പറഞ്ഞു കൊടുക്കുന്നത് അഷ്ടാംഗ യോഗ പരിശീലനം, മനസ്സിനെ അടക്കാനുള്ള മാർഗം. അതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്.
മനസ്സിനെ ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈശ്വരനിൽ ഇങ്ങനെ ഏകാഗ്രപ്പെടുത്തണ്ടേ. അതിനായിട്ട് അതൊരു ദിവസം കൊണ്ട് സാധ്യമല്ല, ഒരു ജന്മം കൊണ്ട് സാധ്യമല്ല, 2 ജന്മം കൊണ്ട് ചിലപ്പോൾ സാധ്യമാവില്ല. നിരവധി ജന്മങ്ങളുടെ ആ പരിശീലനത്തിലൂടെ മാത്രമാണ് ഇത് നമുക്ക് സാധ്യമാവുന്നത്. അപ്പോൾ അതിനുള്ള മാർഗമാണ് ധ്യാന പരിശീലനം. അതിനാണ് നമ്മുടെ മഹർഷിമാർ അഷ്ടാംഗ യോഗം 8 അംഗങ്ങളോട് കൂടിയ ധ്യാന പരിശീലനത്തെ മുന്നോട്ട് വെച്ചത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 വഴികൾ, 8 അംഗങ്ങളോട് കൂടിയ അഷ്ടാംഗ യോഗ പരിശീലനം. അതിനെക്കുറിച്ച് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിലെ ശ്ലോകം 1. ശ്രീ ഭഗവാൻ ഉവാച, കപില മഹർഷി പറയാണ് അമ്മയോട്, യോഗസ്യ ലക്ഷണം വക്ഷ്യേ സ ബീജസ്യ നൃപാത്മജേ മനഃ യേനൈവ വിധിന പ്രസന്നം യാതി സത്പദം. യോഗസ്യ ലക്ഷണം, അതായത് യോഗ പരിശീലനം, ധ്യാന പരിശീലനത്തിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വക്ഷ്യേ, ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. അതിനൊരു പ്രത്യേകതയുണ്ട്. ബീജം ശരീരത്തോടു കൂടിയത് എന്ന് പ്രത്യേക അദ്ദേഹം എടുത്തു പറയുന്നു. നൃപ ആത്മജെ എന്ന് വിളിക്കുന്ന അമ്മയെ, അല്ലയോ മനുപുത്രി, രാജപുത്രി, അതാണ് അമ്മയെ വിളിക്കുന്നത്. നൃപ ആത്മജെ, അല്ലയോ രാജപുത്രി, അമ്മേ. ഈ യോഗ പരിശീലനത്തിന് ഒരു പ്രത്യേകം എടുത്തു പറയുന്നു. ബീജസ്യാണ്, ശരീരത്തോടു കൂടിയത്. അതായത് ധ്യാനം പരിശീലിക്കുമ്പോൾ ഒരു ശൂന്യതയെ അല്ലെങ്കിൽ ഒരു ദീപത്തെ അല്ലെങ്കിൽ ഒരു പ്രകാശത്തെ ഒന്നുമല്ലാതെ ശരീരത്തോടു കൂടിയ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. അതാണ് സഗുണ ധ്യാനം എന്ന് വിളിക്കുന്നത്. നിർഗുണ പരബ്രഹ്മത്തെ അല്ല, രൂപമൊന്നും ഇല്ലാത്തതല്ല, സഗുണ രൂപത്തിൽ ശരീരരൂപത്തിലുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. അതാണ് ഇവിടെ സഗുണ ധ്യാനം. അതാണ് സബീജസ്യ എന്ന് പറയുന്നത്. ശരീരത്തോടു കൂടിയ ഭഗവാന്റെ ആ തിരുവുടലിനെ, ആ മനോഹരമായ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിലേക്ക് മനസ്സിനെ എന്തിനേലും ഒന്ന് പിടിക്കണമല്ലോ, ഇങ്ങനെ ഏകാഗ്രപ്പെടാനായിട്ട്. അപ്പോൾ ആ രൂപത്തിൽ, ഭഗവാന്റെ ആ രൂപത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടുള്ള ധ്യാനം, അതാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ. ശരീരത്തോടു കൂടിയ ഭഗവത് രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ധ്യാന പരിശീലനത്തെക്കുറിച്ച് അമ്മയെ ഞാൻ അവിടത്തേക്ക് പറഞ്ഞു തരാം. എന്നിട്ട് പറയാണ്, മനഃ ഏനയേവ, മനസ്സ് അങ്ങനെ ഈ പരിശീലനത്താൽ, വിധിന എന്ന് വെച്ച പരിശീലനത്താൽ, ഇങ്ങനെ പരിശീലിക്കുന്നത് കൊണ്ട് മനസ്സ് പ്രശാന്തമാകുന്നു, ശാന്തമായിട്ട് യാതി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു, സത്പദം, ആ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തെ നമ്മൾ പ്രാപിക്കുന്നു. മനസ്സിലായ? അപ്പം ആ പരമമായ ലക്ഷ്യത്തിലെത്താനുള്ള പാതയിലേക്ക് നമ്മൾ അതോടെ പ്രവേശിക്കുന്നു. അപ്പം ഈ അഷ്ടാംഗ യോഗ പരിശീലനം സഗുണ ശരീരരൂപത്തിലുള്ള ഭഗവാന്റെ രൂപത്തെ, ആ തിരുവുടലിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്നതിലൂടെ മറ്റെല്ലാ ചിന്തകളും അടങ്ങിയിട്ട് മനസ്സ് ശാന്തമാവുകയും അങ്ങനെ ആ പരമപദത്തിലേക്കുള്ള പാതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോവാണ് കേട്ടോ. ശ്ലോകം 2 അറിയാലോ. അഷ്ടാംഗ യോഗ പരിശീലനത്തിൽ ആദ്യം വരുന്നത് യമം എന്ന് വെച്ചാൽ എന്താ? മനസ്സുകൊണ്ട് തയ്യാറെടുക്കൽ. ഇതാണ് പറയുന്നത്, മനസ്സുകൊണ്ടുള്ള തയ്യാറെടുക്കൽ യമം. നിയമം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള തയ്യാറെടുക്കൽ. ആസനം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. അത് 3 ആണല്ലോ ആദ്യത്തെ. അപ്പം യമം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. ഇനി ഇവിടെയും കൊണ്ടൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 4 ആശ്രമങ്ങൾ ഉണ്ടെന്നറിയാലോ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഒരുവന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത്. ഗൃഹസ്ഥാശ്രമിക്ക് സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല. ഈ 4 ആശ്രമങ്ങളിൽ അവസാനം ഏതാ? സന്യാസാണ്. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒരിക്കലും സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല. കർമ്മങ്ങൾ ബാക്കി നിൽക്കുകയാണ്, അല്ലേ? ആ ആത്മാവ് ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ശരീരത്തിന് ഈ ഭൂമിയിൽ 4 ആശ്രമങ്ങളെ കടക്കേണ്ടി വരുന്നു. ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല. ആ ശരീരത്തിന്, ആത്മാവിരിക്കുന്ന ആ ശരീരത്തിന് ഈ ഭൂമിയിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകണം. ബ്രഹ്മചര്യകാലം, ഗാർഹസ്ഥ്യം, ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് കുടുംബജീവിതം നയിക്കുന്ന കാലം, വാനപ്രസ്ഥം, സന്യാസം.
അപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതം, നമ്മളിപ്പോൾ സന്യാസം സ്വീകരിക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് നമുക്ക് സന്യാസത്തെ സ്വീകരിക്കാൻ പറ്റില്ല. അതിന് മനസ്സ് വളരെ കാലം മുന്നേ തന്നെ തയ്യാറെടുക്കണം. അതായത് നമ്മളൊരു പരമപദം, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആത്മാവാണ്, ഞാൻ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഈ ലോകത്ത് നടക്കുന്നതൊന്നും എന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനുള്ള പരിശ്രമം വളരെ കാലം മുന്നേ തന്നെ തുടങ്ങണം. അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോൾ സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷെ സന്യാസത്തിലേക്ക് മനസ്സ് പാകപ്പെടാനുള്ള പരിശീലനം ഒരു ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിൽ ആരംഭിക്കും. മനസ്സിലായല്ലോ? സന്യാസം ഓടിച്ചെന്നങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. സന്യാസം സ്വീകരിക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് മനസ്സ് പാകപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് കാലത്തെ ജന്മങ്ങളുടെ പരിശീലനം ചിലപ്പോൾ വേണ്ടിവരും. ആ പരിശീലനം ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. ആ പരിശീലനമാണ് യമം നിയമം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കൽ. നാളെ അങ്ങോട്ട് സന്യാസം സ്വീകരിക്കാനല്ല. ഗൃഹസ്ഥാശ്രമത്തിൽ അച്ഛനായിരിക്കുമ്പോൾ, ഭർത്താവായിരിക്കുമ്പോൾ, മകനായിരിക്കുമ്പോൾ, സഹോദരൻ സഹോദരി ആയിരിക്കുമ്പോൾ, നമ്മൾ ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ശരീരവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ജോലി സ്ഥലത്ത്, ബിസിനസ്സിൽ, എവിടെ നമുക്ക് ഈ സമൂഹത്തിനോടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു തീർക്കണം. അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്വീകരിക്കാനുള്ളതല്ല സന്യാസം. ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പക്ഷേ മനസ്സിലാക്കി ജീവിക്കാം. നാളെ എനിക്ക് വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കേണ്ട ഒരു സമയം വരുമല്ലോ. അതിലേക്ക് ഞാൻ ഇപ്പോഴേ മനസ്സുകൊണ്ട് തയ്യാറെടുക്കാനായിട്ട് ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് ചെയ്യണം. അപ്പം മനസ്സുകൊണ്ടുള്ള, അപ്പോൾ അഷ്ടാംഗ യോഗത്തിലെ യമം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള തയ്യാറെടുക്കൽ ഗൃഹസ്ഥാശ്രമ കാലഘട്ടത്തിലേ ആരംഭിക്കണം എന്നർത്ഥം. നമ്മുടെ ആ ജീവിതപാത ഉണ്ടല്ലോ, ആ 4 ആശ്രമങ്ങളിലൂടെ നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ട കാര്യമാണ് ഈ അഷ്ടാംഗ യോഗ ധ്യാനം. അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോൾ തന്നെ കുറേ കഴിയുമ്പോൾ എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി, മനസ്സാലുള്ള മുക്തി, കുടുംബത്തിനെയും പേരക്കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചു പോക്കല്ല, മനസ്സാലുള്ള ഈ മമതയിൽ നിന്നൊരു പുറത്ത് കിടക്കല്, ഒരു മുക്തി എനിക്ക് വരണമെങ്കിൽ ഞാൻ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോൾ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് അതിനു വേണ്ടി നടത്തണം. മനസ്സിലായോ? അതിനെയാണ് യമം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഞാൻ ധ്യാനിക്കാൻ പോയിരിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അത് യമം ആവില്ല. ആ ഗൃഹസ്ഥാശ്രമ കാലം ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് ആരംഭിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ യമം, മനസ്സുകൊണ്ടുള്ള തയ്യാറെടുക്കൽ. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വധർമ്മ ആചരണം ശക്തിയ, തൻ്റെ ശക്തിക്കൊത്ത വിധത്തിൽ അല്ലെങ്കിൽ കഴിവിനനുസരിച്ച് സ്വധർമാചരണം, എന്നിൽ നിയതമായി ഭഗവാനാൽ വിധിക്കപ്പെട്ട് എനിക്ക് കിട്ടിയ കർമ്മങ്ങൾ എന്തൊക്കെയാണോ, ഒരു മകളായിരിക്കുമ്പോൾ, ഭാര്യയായിരിക്കുമ്പോൾ, അമ്മയായിരിക്കുമ്പോൾ, സഹോദരിയായിരിക്കുമ്പോൾ എന്നിൽ നിയതമാക്കപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവൻ സ്വധർമ്മമായി കണ്ട്, ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ അത് ഞാൻ ചെയ്യേണ്ടതാണ്, അതിനുള്ള ശക്തിയായിരിക്കുന്നത് ആ പ്രകൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ കർമ്മത്തെ തൻ്റെ കഴിവിനനുസരിച്ച്, അതാണ് ശക്തി, തൻ്റെ കഴിവിനനുസരിച്ച് ആ കർമ്മത്തെ അനുഷ്ഠിക്കണം. അപ്പം ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഡ്യൂട്ടി അതാണല്ലോ, കർമ്മം അനുഷ്ഠിക്കൽ. എന്നിട്ട് പറയുകയാണ് വിധർമാത് ച നിവർത്തനം. വിധർമ്മം, മറ്റൊരാളുടെ ധർമ്മത്തിൽ നിവർത്തനം ഏറ്റെടുക്കാൻ പോവരുത്, അതിൽ നിന്ന് അതിനെ ഉപേക്ഷിക്കണമെന്ന്. അത് പറയുമ്പോൾ പെട്ടെന്ന് ആരെയായിരിക്കും ഓർമ്മ വരിക? അർജുനനെ ആയിരിക്കും അല്ലേ? കർമ്മം ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ, കർമ്മത്താൽ ബന്ധിതനായിട്ട് എല്ലാവരെയും വധിക്കേണ്ടി വരുമല്ലോ എന്ന് ആ കർമ്മത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് വിഷമിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി സന്യാസം സ്വീകരിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഭഗവാനോട് പറയുകയാണ്, എനിക്ക് സന്യസിക്കാൻ പോകണം, സന്യാസം സ്വീകരിക്കണം, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിമിഷം യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയി സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ സന്യാസം? അല്ല, അത് മനസ്സിൻ്റെ ഒരു മായക്കളിയാണ്. അത് അർജുനന് മനസ്സിലാവണില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മായ ഉണ്ടാക്കുന്ന വഴികളാണ് സന്യാസം സ്വീകരിക്കാൻ പോകണം എന്നുള്ളത്. അപ്പം മായയിൽ പെട്ടിട്ടാണ് അത് തോന്നുന്നത്, ഇവിടെ ഞങ്ങൾ ഓടിയ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. പക്ഷേ ആ
പ്രവൃത്തി മായയിൽപ്പെട്ട് മനസ്സിൽ തോന്നിയതുപോലെ അപ്പം അർജുനൻ ചെയ്താൽ എന്താ ഉണ്ടാവുക? ഓട്ടിപ്പോയി സന്യാസം സ്വീകരിക്കായിരിക്കും. അവിടെ സ്വസ്ഥത കിട്ടുമോ? സംതൃപ്തി ഉണ്ടാവില്ല. കാരണം അർജുനൻ്റെ ഉള്ളിൽ തോതുകൂടി നിൽക്കുന്നത് രജോ ഗുണാണ്. ജനിച്ചത് തന്നെ ക്ഷത്രിയനായിട്ടാണ്. അപ്പം രജോ ഗുണിയാണ്. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ധ്യാനിച്ചിരിക്കാൻ അർജുനനെ കൊണ്ട് സാധിക്കില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം പെട്ടെന്ന് മനസ്സ് കളിച്ചതാണ്. ആ മനസ്സ് കാണിച്ചതിൻ്റെ പിന്നാലെ പോയി ആ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഒരു രജോ ഗുണിക്ക് അതിരിക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അതാണ് പരധർമ്മം എന്ന് പറയുന്നത്. സന്യാസിയുടെ ധർമ്മമാണ് അത് ഒരിക്കലും ഒരു രജോ ഗുണിയുടെ ധർമ്മമല്ല. രജോ ഗുണിയുടെ ധർമ്മം എന്താ? പണിയെടുക്കുക. അതായത് ധർമ്മം, അർത്ഥം, കാമം. ധാർമ്മികമായ രീതിയിൽ പണം സമ്പാദിച്ച് കുടുംബത്തെ നോക്കി രാജ്യത്തെ സംരക്ഷിച്ച് എന്തൊക്കെയാണോ ഡ്യൂട്ടി അത് ചെയ്യാം. അതാണ് രജോ ഗുണിയുടെ ധർമ്മം. അവിടെ സന്യാസമില്ല. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയിട്ട് അത് ആഗ്രഹിച്ചു പോകുന്നത് ഉപേക്ഷിക്കണം. അതാണ് മറ്റുള്ളവരുടെ പരധർമ്മം, വിധർമാത്ത് പരധർമ്മം. മറ്റുള്ളവരുടെ ധർമ്മത്തെ ആഗ്രഹിക്കരുത്, അത് ഉപേക്ഷിക്കുക. എന്നിട്ട് അവനവൻ്റെ ഡ്യൂട്ടി എന്താണോ അത് സ്വധർമ്മമായിട്ട് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഞാനിത് ചെയ്യേണ്ടത്. എന്നാൽ ഇത് ചെയ്യാൻ ഞാനാണോ ചെയ്യുന്നത്? അല്ല. ഈ ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നത് ആ പ്രകൃതി നൽകുന്ന ഊർജത്താൽ. അപ്പോൾ പ്രകൃതിയുടെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണെന്ന് അറിഞ്ഞ് ആ യൂണിവേഴ്സ്, ആ പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ഇതാണ് സ്വധർമാചരണമായി നമ്മുടെ ഡ്യൂട്ടി എന്താണോ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം. അപ്പം എന്താണെന്നറിയോ, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് വരില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മളെ മനസ്സിനെ ചലിപ്പിച്ച് തോന്നിപ്പിച്ച് നമ്മുടെ മകൾക്ക് വേണ്ടി മകന് വേണ്ടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണ്. അപ്പോൾ നമ്മൾ അവരിൽ നിന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നും പുറത്ത് കിടക്കാൻ തുടങ്ങും. അങ്ങനെയാണ് സ്വധർമാചരണമായി, ഞാനെന്ന ഭാവത്തിലല്ലാതെ സ്വധർമാചരണമായി തന്നിൽ നിക്ഷിപ്തമായ ഡ്യൂട്ടികൾ ചെയ്യാം, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം, കർമ്മം ചെയ്യാം. ഒപ്പം മറ്റുള്ളവരുടെ കർമ്മം ആഗ്രഹിച്ച് അത് വേണം എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ പോകരുത്, അതിനെ ഉപേക്ഷിക്കുക. അതാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ തന്നെ വേറൊരാൾ ചിലപ്പോൾ ഒരു സന്യാസം സ്വീകരിക്കാൻ പോകുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ അവസ്ഥയിലേക്ക് എത്തി, അദ്ദേഹത്തിന് സത്വഗുണിയായിരിക്കാം, അതുകൊണ്ടാണ്. പക്ഷേ എനിക്കതൊരിക്കലും സാധ്യമാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇരിക്കാം. അതുമാത്രമല്ല, ദൈവാത് ലബ്ധേന സന്തോഷ. കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഭഗവാൻ എന്തൊക്കെ അനുഭവിക്കാനാണോ ഈ ജന്മത്തിൽ തരുന്നത് അത് സംതൃപ്തിയോടെ സ്വീകരിക്കാം. അതിനെ വേർതിരിച്ച് സുഖം ദുഃഖം വേണ്ട. എന്താണോ എനിക്ക് ഈ ജന്മത്തിൽ ഭഗവാൻ ദൈവാത് ലബ്ധേന ഭഗവാനാൽ നൽകിയത് അതിനെ സന്തോഷ സംതൃപ്തിയോട് സ്വീകരിച്ച് അതിൽ സംതൃപ്തനായിരിക്കാം. അവൻ ഇത്ര കിട്ടിയല്ലോ, ഇവൾക്ക് അത്ര കിട്ടിയല്ലോ, ഇതൊന്നുമില്ലാതെ അതിൽ സന്തോഷവാനായിരിക്കാം. എന്നിട്ട് ആത്മവിത് ചരണ അർച്ചനം, ആത്മാവിനെ അറിഞ്ഞ യോഗികളുടെ ചരണ അർച്ചനം, പാദപൂജ ചെയ്യുക. അപ്പം നമ്മുടെ ഈഗോ പോവും. കാരണം അവർ ആത്മാവിനെ അറിഞ്ഞനുഭവിച്ചു നിൽക്കുന്ന സാക്ഷാത്കാരത്തിലെത്തിയ യോഗീവരന്മാരുടെ പാദത്തെ നമസ്കരിക്കുമ്പോൾ, പാദപൂജ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്നുകൂടി പരിശുദ്ധമാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കൂ, കണ്ടില്ലേ? സ്വധർമ്മ ആചരണമാണ് പറയുന്നത്. സന്യാസിക്ക് അതില്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ നമ്മൾ ആ യമം, മനസ്സിനെ തയ്യാറെടുക്കൽ പരിശീലിക്കാൻ, മനസ്സ് ശുദ്ധമാക്കാനുള്ള പരിശീലനം ആരംഭിക്കണം. അതിനുള്ള മാർഗം മറ്റുള്ളവരുടെ പ്രവൃത്തി കണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാതെ അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഭഗവാൻ ഈ ജന്മത്തിൽ എന്തൊക്കെ അനുഭവിക്കാനാണോ നമുക്ക് തന്നിരിക്കുന്നത് അതിൽ സംതൃപ്തനായിരിക്കുക. അത് ദുഃഖമാണെങ്കിൽ എൻ്റെ പ്രാരാബ്ദങ്ങളാണ് തീർന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുക. അതോടൊപ്പം ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുക്കന്മാരുടെ പാദങ്ങളെ നമസ്കരിക്കാനും മറക്കരുത്. അങ്ങനെ വരുമ്പോൾ മനസ്സ് കുറേശ്ശെ ശുദ്ധമാവാൻ തുടങ്ങും. ഇനി ശ്ലോകം 3 ഇത് തന്നെയാണ് പറയുന്നത്, യമത്തിൽ ബാക്കി വരുന്നത്. ഗ്രാമ്യധർമ്മ നിവൃത്തി ച മോക്ഷധർമ്മരതിസ്തദാ മിതമീദ്യ അദനം ശശ്വത് വിവിക്തക്ഷേമ സേവനം. അപ്പോൾ പറയുന്നത് കേട്ടോ, ഗ്രാമ്യ ധർമ്മ നിവൃത്തിശ്ച. ഗ്രാമ്യധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നയിക്കുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, അതൊക്കെ ആചാരങ്ങളും കർമ്മങ്ങളും ഇതൊക്കെ പൂർത്തീകരിച്ച് ഇനി അത് മതി, നിവൃത്തി, അതിൽ നിന്നും മുക്തി എന്ന് വെച്ചാൽ ഇനി അത് മതി, പ്രായമായി, എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിഞ്ഞു, മക്കളുടെ കാര്യം എല്ലാം ഞാൻ ഒരുവിധം ഭംഗിയാക്കി, ഇനിയും അതിനകത്ത് കയറി ഇടപെട്ട് അവരെന്തെടുക്കണമാവോ, ഇവരെന്താ ചെയ്യണമാവോ, മക്കൾ പുറത്തു പോയിരിക്കുകയാണല്ലോ, അവർ ഭംഗിയാക്കണമാവോ, അവരെക്കുറിച്ച് ആദ്യം പിടിച്ചിരിക്കാതെ
ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെതായ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മതിയായി കഴിയുമ്പോൾ മോക്ഷധർമ്മരതി തഥാ എന്ന് വെച്ചാൽ അപ്പോൾ മോക്ഷധർമ്മരതി മോക്ഷം നേടാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. ശ്ലോകം ഒന്ന് പറയാമോ എന്നാ? ഓക്കെ, പറയാം. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മ രതിഹി തഥാ മിത മേധ്യ അദനം ശശ്വത് വിവിക്തക്ഷേമ സേവനം. അപ്പൊ ശ്ലോകം 3 ഓക്കെ, ശ്ലോകം 3. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കി മതിയായി തഥാന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ മോക്ഷധർമ്മരതി, അതായത് എനിക്കിനി മതി, ഈ ഭൗതിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒന്നും എനിക്ക് വേണ്ട, എനിക്കിനി ഒരു മോക്ഷം നേടണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് രതി എന്ന് വെച്ചാൽ ഒരു ആകർഷണീയത, ആ വഴിയിലേക്ക്, അതിൻ്റെ ആചാരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മോക്ഷത്തിനായിട്ടുള്ള ആഗ്രഹം, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ കാര്യങ്ങളിലോട്ട് ഒരു താല്പര്യം, ഒരു ആകർഷണീയത തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരുമല്ലോ. അതായത് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്ന ഒരു പ്രായം. അപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയാക്കി മക്കളൊക്കെ താനെന്ന് വിളിക്കുന്ന പ്രായത്തിലെത്തി അവരവരുടേതായ കുടുംബ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കേണ്ട സമയമായി. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഏകദേശം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിൻ്റെ സമയമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മതി, എനിക്കിനി ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി വേണം, ഇതൊക്കെ മതിയായി എന്ന് മനസ്സ് തോന്നുമ്പോൾ നമ്മൾ ആ ഒരു ഒരു ആത്മീയമായ കാര്യങ്ങളോട് ഒരു ആകർഷണീയത തോന്നാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക, എൻ്റെ ഭൗതിക ലോകത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിനി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, ഇതിലോട്ട് ആകർഷണീയത എനിക്ക് തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഞാനൊരു വാനപ്രസ്ഥത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിതമേത അദനം, അതായത് സാത്വികമായ ഭക്ഷണം മിതമായി കഴിക്കാൻ തുടങ്ങുക, അതൊരു പരിശീലനം. അപ്പോൾ യമം കഴിഞ്ഞ് നമ്മൾ അഷ്ടാംഗ യോഗത്തിലെ ഇതിലേക്ക് കിടക്കുകയാണ് നിയമം, ശരീരത്തിന് കൊടുക്കുന്ന പരിശീലനമാണ് അത്. അപ്പോൾ ശരീരം കൊണ്ട് തയ്യാറെടുക്കാൻ തുടങ്ങി. അതെന്താണ്? മിതമായ ഭക്ഷണം, സാത്വികമായ ഭക്ഷണം മിതമായി കഴിക്കുക. സാത്വിക ഭക്ഷണം ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതായത് എരിവ്, പുളി, മധുരം, കയ്പ്പ്, മസാല, ഇതൊക്കെ എണ്ണയൊക്കെ ധാരാളമായി ഒഴിച്ച് ഈ 3-4 ദിവസത്തേക്കൊക്കെ പാചകം ചെയ്ത് വെച്ച് അതിനെ വീണ്ടും വീണ്ടും ചൂടാക്കി, അത് സാത്വികമല്ല. സാത്വികം എന്ന് വെച്ചാൽ എല്ലാം മിതമായിട്ട് അപ്പോൾ അന്നാന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിന് വേണ്ടത് മാത്രം നല്ല രീതിയിൽ അത് പാകത്തിന് കുറവ് മിതമായിട്ട് വിശപ്പടക്കാൻ മാത്രമായിട്ട് കഴിക്കുക. അപ്പോൾ അവിടെ ഭക്ഷണത്തിന് നമ്മളൊരു നിയന്ത്രണം വരുത്തി, മനസ്സിലായി? അപ്പം ശരീരത്തിന് അവിടെ ശരീരം കൊണ്ട് ഒരു തയ്യാറെടുപ്പ് തുടങ്ങി, മനസ്സാൽ ഭക്ഷണത്തിനോടുള്ള കൊതി അടങ്ങി, നിയന്ത്രണം വന്നു. ഇനി ശശ്വത് എന്ന് വെച്ചാൽ ശാശ്വതം, എപ്പോഴും വിവിക്തക്ഷേമ സേവനം. വിവിക്തക്ഷേമ സേവനം എന്ന് വെച്ചാൽ ഒരു തിക്കും തിരക്കും. അപ്പോൾ ആ ഒരു വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്നതോടുകൂടി വളരെ തിക്കും തിരക്കും ആർഭാടവും അടിച്ചുപൊളി എപ്പോഴും കൂടാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറേശ്ശെ വിടുക. എന്നിട്ട് പരമാവധി സമയം സ്വസ്ഥമായും ശാന്തമായും ഏകാന്തമായും ഇരിക്കാനായിട്ട് ശരീരം കൊണ്ട് തയ്യാറെടുക്കുക. അതായത് ഒരുപാട് ആഘോഷങ്ങളും ആർഭാടവും തിക്കും തിരക്കുമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ കുറച്ച്, അതൊക്കെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ആസ്വദിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ സമയമാകുമ്പോൾ അതൊക്കെ കുറച്ച് പരമാവധി ഏകാന്തമായിട്ട് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഇരിക്കാൻ പറ്റുന്ന ക്ഷേത്ര ദർശനങ്ങൾ കൂടുതൽ ചെയ്യുക. കൂടുതൽ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, കുറച്ച് നേരം അവിടെ ചെയ്യുക. നല്ല നല്ല ഗുരുക്കന്മാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുക, കുറച്ച് നേരം അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പം മനസ്സ് അങ്ങനെ കുറേയൊക്കെ ശാന്തമായ സ്ഥലങ്ങളിൽ അധിക സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതിൻ്റെ ബാക്കി. അപ്പോൾ അതാണ് നിയമം. അപ്പോൾ ഈ നിയമം എന്നാൽ ശരീരം കൊണ്ടുള്ളത്. ഇനി ശരീരം കൊണ്ടുള്ളത് കഴിഞ്ഞിട്ടില്ല. അതാണ് ശ്ലോകം 4 പറയുന്നത്. അഹിംസ, സത്യം, അസ്തേയം, യാവത് അർത്ഥപരിഗ്രഹ, ബ്രഹ്മചര്യം, തപഃ, ശൗചം, സ്വാധ്യായ, പുരുഷ അർച്ചനം. ഇതുമുണ്ട് നിയമത്തിൽ. അഹിംസ അറിയാലോ, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സാലോ ദ്രോഹിക്കാതിരിക്കാം. ശരീരം കൊണ്ട് നമുക്ക് ആളുകളെ ദ്രോഹിക്കാൻ പറ്റും അല്ലേ? വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റും.
മനസ്സാലും വേദനിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണ് മനസ്സാൽ വേദനിപ്പിക്കാം? നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിന്ന് പോകുന്ന തോട്ട്സാണ് എനർജി എന്ന് പറയുന്നത്. ആ എനർജി ആ വ്യക്തിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നേരിട്ട് ഒന്നും ചെയ്യണില്ല, അവരെ മൊത്തമായിട്ട് ചിരിച്ചു നടക്കുക. ഉള്ളിൽ നമ്മൾ അവരെ മോശമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് അവർക്ക് നന്നാവരുതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഉള്ളിൽ നിന്ന് പോകുന്ന തോട്ട്സ് അതാണ്. ഇപ്പം നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിലുള്ളവർ പരസ്പരം അങ്ങോട്ടും അസ്വസ്ഥതയും ദേഷ്യവും വെറുപ്പും ചീത്ത പറയലും വഴക്കിടലും ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇതൊന്നും അറിയാത്ത ഒരാൾ പുറത്തുനിന്ന് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ അയാൾക്കൊരു പോസിറ്റീവ് എനർജി തോന്നില്ല. എന്തൊരു അസ്വസ്ഥതയാണ്, അതേ നേരം നിൽക്കാനേ തോന്നണില്ല എന്ന് പറയും ആ വീടിൻ്റെ ഉള്ളിൽ. അതിനെന്താ കാരണം എന്നറിയോ? ആ വീടിൻ്റെ ഉള്ളിലെ തോട്ട് ഫോംസ് മുഴുവനും ഈ വീടിനുള്ളിലുള്ള ആൾക്കാരുടെ മനസ്സിലെ മാലിന്യങ്ങളാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വാക്കുകൊണ്ട് പറയുന്നത് മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങൾ, വഴക്ക്, ഇതൊക്കെയല്ലേ. പരസ്പരം അങ്ങോട്ടുള്ള വിദ്വേഷം, വെറുപ്പാണ്. അപ്പോൾ തോട്ട്സ് അങ്ങനെയാവുമ്പോൾ ഊർജ്ജതാവും. അതേസമയം ശാന്തമായ ചിന്താഗതിയോടുകൂടി ഒരു വീടിനകത്ത് ഇരുന്ന് നോക്കി, നല്ലത് പറഞ്ഞ് നല്ല തോട്ട്സോടുകൂടി ഇരുന്ന് നോക്കി, ആ വീട് ചെറിയ വീടാണെങ്കിലും ഒരു കുടിലാണെങ്കിലും അതിനകത്ത് കയറി വരുമ്പോൾ വല്ലാത്തൊരു വൈബ്രേഷനാണ്. ആ തോട്ട്സാണ് അവിടുത്തെ എനർജിയെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. നമ്മൾ വീട് വൃത്തിയാക്കാൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, മനസ്സും ക്ലീൻ ആവണം. അപ്പോഴാണ് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ്, നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാവരെയും കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ആ നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട് ഫോംസുകളാണ് നിറയെ വരുന്നതെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലെ ഊർജ്ജവും അങ്ങനെയാവും. നമ്മൾ എത്ര അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടാലും അത് മാറില്ല. മനസ്സിൻ്റെ തോട്ട്സും കൂടി നേരെയാവണം. അപ്പം മനസ്സാലോ വാക്കാലോ പ്രവർത്തിയാലോ ആരെയും ദ്രോഹിക്കാതിരിക്കുക, സത്യം മാത്രം പറയുക. പിന്നെ അസ്തേയം, മോഷണം. അസ്തേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കുക, അന്യരുടെ ഒന്നും ആഗ്രഹിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. യാവത് അർത്ഥപരിഗ്രഹ, യാവത് എത്രയാണോ അർത്ഥം, പണം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടത്, അത് സമ്പാദിക്കുക. ഒരുപാട് പൈസ, ബാങ്ക് ബാലൻസ്, കോടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കാതെ നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും മക്കളുടെ പഠനത്തിനും ജീവിതത്തിനും എത്രയാണോ വേണ്ടത് അതിനുള്ള പണം സമ്പാദിക്കാം. അല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. ഇനിയും കോടികൾ ഇവിടെ എത്ര കിട്ടിയാലും അത് മതിയാവില്ല. അപ്പം ജീവിക്കാൻ വേണ്ടത് മാത്രം സമ്പാദിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു നിഷ്ഠയോടുകൂടി കൊണ്ടുപോവുക. ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുക. തപസ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിശ്ചയദാർഢ്യത്തോടുകൂടി ഓരോ കാര്യം ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഭാഗവത സത്സംഗം ഞാനൊരു തപസ്സായിട്ട് അനുഷ്ഠിക്കുന്നു. നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മൾ ലിങ്ക് ഇടുന്ന ദിവസം മറ്റെന്തുണ്ടെങ്കിലും ഇതൊരു തപസ്സാണ്, ഇതെനിക്ക് അറിയണം. അതാണ് നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. ദൃഢനിശ്ചയം, എന്താണ് ഭാഗവതം എന്ന് എനിക്ക് അറിയണം, മനസ്സിലാക്കണം, അതനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം വന്നു കഴിഞ്ഞാൽ അതൊരു തപസ്സായി. ഭഗവത്ഗീത അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ച് 2 ദിവസം കയറി, 4 ദിവസം എനിക്ക് അങ്ങോട്ട് പോകാണ്ടായിരുന്നു, ആ കല്യാണം ഈ പരിപാടി ഉണ്ടായിരുന്നു, വന്നില്ല. അത് തപസ്സല്ല. തപസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്ന് മഹർഷിമാർ മുടങ്ങാതെ ചെയ്യുന്ന 1000 വർഷം 100 വർഷമൊക്കെ തപസ് അനുഷ്ഠിക്കുക, ആ മുഴുകിയിരിക്കുക. അതുപോലെ ഇന്ന് കലിയുഗത്തിൽ നമ്മളതിൽ എന്താണോ ഒരു കർമ്മം അതിൽ ദൃഢനിശ്ചയത്തോടു കൂടി മുടങ്ങാതെ അത് കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ഭാഗവത പഠനം ഒരു തപസ്സായിട്ട് കൊണ്ടുപോകുന്ന പോലെ അത് ചെയ്യുക. അതാണ് തപസ് എന്ന് പറയുന്നത്. ശൗചം എന്ന് വെച്ചാൽ എന്താ? വൃത്തി, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൃത്തി, അതാണ് ശൗചം. സ്വാധ്യായ, എന്താ സ്വാധ്യായം? നാമം ജപിക്കുക. നിത്യവും ഒന്നുകിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, അങ്ങനെയുള്ള സ്വാധ്യായങ്ങൾ, നാമജപം, പ്രാർത്ഥന, 2 നേരമുള്ള കുളി, വിളക്ക് വയ്ക്കൽ, അങ്ങനെയുള്ള സ്വാധ്യായങ്ങൾ ചെയ്യാം. പുരുഷ അർച്ചന, ഒപ്പം ഭഗവാനെ ആരാധിക്കുക, അർച്ചിക്കുക. ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് വെച്ച് 2 തുളസിപ്പൂ വെച്ച് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ ആരാധിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ശരീരം കൊണ്ടും നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. ഈ ശരീരം കൊണ്ടുള്ള ഈ തയ്യാറെടുപ്പൊക്കെ നമുക്ക് ആ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നാമജപം ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതുപോലെ തപസ് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിനെക്കുറിച്ച് അറിയാനായിട്ടൊക്കെ പഠിക്കുക, ഇതൊക്കെ നമുക്ക് അതിനോട് അനുഷ്ഠിക്കാം. പക്ഷേ നമ്മൾ
ആ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം കഴിഞ്ഞ് ഇനി എനിക്ക് ആത്മീയമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം വരുമ്പോഴാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുക. അതായത് ക്ഷേത്ര ദർശനം, നല്ല നല്ല ഗുരുക്കന്മാരുടെ ആശ്രമ ദർശനം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിക്കാൻ, ബ്രഹ്മചര്യം, തപസ്, ശൗചം, സ്വാധ്യായം, ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ അറിയാനായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അതൊക്കെ കുറേ, കാരണം ഇതൊന്നും ഗൃഹസ്ഥാശ്രമിക്ക് പറ്റിയെന്ന് വരില്ല, ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ വാനപ്രസ്ഥമാകുമ്പോൾ മക്കൾക്കൊക്കെ ഉത്തരവാദിത്തങ്ങളായി അവരിലേക്ക് ഡ്യൂട്ടി പകർന്നു കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറേയൊക്കെ ആത്മീയ കാര്യങ്ങളിലോട്ട് മനസ്സ് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. അപ്പോൾ യമനിയമങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഇനി വരുന്നത് എന്തായിരിക്കും? അപ്പോൾ ആസനം, ഇരിപ്പ്, പ്രാണായാമം, പ്രത്യാഹാരം. അതാണ് ശ്ലോകം 5 പറയുന്നത്. മൗനം സത് ആസനജയ സ്ഥൈര്യം പ്രാണജയ ശനൈഹി പ്രത്യാഹാര ച ഇന്ദ്രിയാണാം വിഷയാത് മനസാ ഹൃതി. മൗനിയായിരിക്കാന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, കുറേ കലവില കൂട്ടാതെ ആവശ്യത്തിന് മാത്രം സംസാരിച്ച്. സത് ആസന ജയ സ്ഥൈര്യം. സത് സുഖകരമായ ഒരു ആസനത്തിൽ ഇരിക്കുക, സ്ഥൈര്യം സ്ഥിരമായിട്ട് ഇരിക്കാൻ പഠിക്കുക. അപ്പോൾ കാലിന് പ്രത്യേകിച്ച് വയ്യായി ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്തവർക്ക് ശരിക്കും ആ പത്മാസനത്തിലൊക്കെ ഇരിക്കാൻ പറ്റും. അതല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇനി കസേരയിലിരിക്കാം. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള, നമുക്ക് വേദനകളൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഇരിക്കാം. ആ ഇരിപ്പ് ഒരു ദിവസം ഓടിപ്പോയി ഇരുന്നാൽ പറ്റി തരില്ലല്ലോ. അപ്പം നമ്മൾ അത് എങ്ങനെയാണ് ആ ഇരിപ്പ് എന്ന് പരിശീലിക്കുക. അതാണ് സത് ആസന ജയ സ്ഥൈര്യം. സുഖമായ ഒരു ഇരിപ്പ് നമ്മൾ അത് ഉറപ്പിക്കുക. സ്ഥൈര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്ന് വേദനയില്ലാതെ കുറച്ചധികം നേരം ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാം. എന്നിട്ട് ശനൈഹി പതുക്കെ പ്രാണജയ, പ്രാണവായുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കാം. അതാണ് ആസനം കഴിഞ്ഞാൽ പ്രാണായാമം പറയുന്നത്. മൂക്കിലൂടെ കയറിപ്പോകുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ആ പ്രാണവായുവിനെ ശ്രദ്ധിക്കുക. അതിനുശേഷം പ്രത്യാഹാരച്ച ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹാരം പിൻവലിക്കുക, ആഹരിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ കണ്ണടച്ച് വെച്ചാൽ പിന്നെ കണ്ണിനെ ആഹരിക്കാൻ പറ്റില്ല, പക്ഷെ ചെവി അടയ്ക്കാൻ പറ്റില്ലല്ലോ, മൂക്കിനെ അടയ്ക്കാൻ പറ്റില്ല. അപ്പം എന്താ നമ്മൾ സംഭവിക്കേണ്ടത്? ശ്വാസം വലിക്കുന്നുണ്ട്, ചെവിയും തുറന്നിരിക്കുന്നുണ്ട്, ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളെ കണ്ണടയ്ക്കുന്നത് കൊണ്ട് രൂപം നമ്മൾ സ്വീകരിക്കില്ല, അവിടെ നമ്മൾ തയ്യാറായി. പക്ഷേ മൂക്കും നമ്മുടെ ചെവിയൊക്കെ തുറന്നിരിക്കുക. അപ്പം ശബ്ദങ്ങൾ, സ്മെല്ല്, മണം, ഗന്ധം, ഇതിലേക്കൊന്നും മനസ്സ് പോവാതിരിക്കണം. അതൊക്കെ ശ്വാസം വലിക്കുന്നുണ്ട്, ശബ്ദം ചെവിയിൽ വന്ന് അടിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് അതിൻ്റെ ഉള്ളിൽ പിന്നാലെ പോവാതിരിക്കണം. അതിനുള്ള മാർഗ്ഗമാണ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞത്. അതൊക്കെ മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന്. അപ്പം മനസ്സ് ശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ മിക്സി വർക്ക് ചെയ്യുന്ന ശബ്ദം, കുക്കർ വിളിക്കുന്ന ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കുന്നത് ശ്വാസം ഉള്ളിലേക്ക് കയറി പോകുന്നു, പുറത്തേക്ക് ഇറങ്ങി വരുന്നു, ശ്വാസം ഉള്ളിലേക്ക് കയറി പോകുന്നു, പുറത്തേക്ക് പോകുന്നു, അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ശ്വാസത്തിലേക്കാണ് മനസ്സ് വയ്ക്കുന്നത്. അപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സത് ആഹരിക്കണില്ല, ഗന്ധം വരുന്നുണ്ടെങ്കിലും മനസ്സ് ആഹരിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചിട്ട് വിഷയാത് മനസാ ഹൃതി, വിഷയങ്ങളിൽ മറ്റു ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കാന്ന് വെച്ചാൽ ഏകാഗ്രമാക്കുക. അപ്പം നമ്മുടെ ശ്രദ്ധ ഈ പ്രാണവായു കയറി പോകുന്നതിലും ഇറങ്ങി വരുന്നതിലും വരുമ്പോൾ നമ്മുടെ മനസ്സിലാണല്ലോ തോട്ട്സ് വരുന്നത്. അപ്പം മനസ്സ് വിഷയങ്ങളിലേക്കൊന്നും പോവില്ല. അങ്ങനെ മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിക്കാന്ന് വെച്ചാൽ ശാന്തമാക്കി ഏകാഗ്രമാക്കി വയ്ക്കുക. അപ്പോൾ ആസനവും പ്രാണായാമവും പ്രത്യാഹാരവും കഴിഞ്ഞു. ഇനി എന്തായിരിക്കും? ധാരണ, ഒരു സങ്കല്പം. അപ്പം നമ്മൾ പ്രാണവായുവിലേക്ക് മനസ്സിനെ കൊടുത്തു. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ ശ്വാസത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മനസ്സിൽ നമ്മളൊരു സങ്കല്പത്തെ ഉറപ്പിക്കണം. അതാണ് പറയുന്നത്. സ്വാദിഷ്ണ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠ ലീല അഭിധ്യാനം സമാധാനം തദാത്മനഃ. സ്വാദിഷ്ണ്യാനാം ഏകദേശേ, സ്വാദിഷ്ണ്യാനാം പ്രാണവായു നമ്മുടെ മൂലാധാരത്തിൽ നിന്നും
മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ 6 വഴികളിലൂടെയാണ് അത് പോകുന്നത് എന്നറിയാലോ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ 6 ചക്രകളിലൂടെ, ഈ 6 ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ 6 സ്ഥലങ്ങളിൽ പോയിന്റിലൂടെയാണ് ഈ പ്രാണവായു കടന്നു പോകുന്നത്. അപ്പോൾ അതിനെയാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത്. പ്രാണവായുവിൻ്റെ സഞ്ചാരമാർഗം അതാണ്. ഈ ചക്രകളിലൂടെയാണ് പ്രാണവായു പോകുന്നത്. അപ്പം നമ്മൾ ഈ പ്രാണവായു ചക്രകളിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം ഇതിലേതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് മനസ്സിനെ പ്രാണധാരണം, മനസ്സുകൊണ്ട് ആ പ്രാണവായുവിനെ ധാരണം എന്ന് വെച്ചാൽ ഉറപ്പിക്കാം. ഇതൊന്നും നമ്മുടെ പറയുന്നത് കേട്ടിട്ട് തനിയെ പ്രാക്ടീസ് ചെയ്യരുത്. അഷ്ടാംഗ യോഗം എപ്പോഴും ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രം പരിശീലിക്കേണ്ടതാണ്. അതാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വജ്രശക്തി കലയുടെ ലിങ്ക്. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രം പരിശീലിക്കേണ്ടത്. ഇതിൽ പറയുന്നത് കേട്ടിട്ട് തനിയെ ചെയ്ത് നോക്കരുത്. നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല ഈ എനർജിയുടെ വരവ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്ന ഈ പ്രാണവായു കടന്നു പോകുന്നത് ഈ 6 ഘട്ടങ്ങളിലൂടെയാണ്. ഈ മൂലാധാരം, ഈ ചക്രകളിലൂടെയാണ്, ഈ പോയിന്റിൽ കൂടെയാണ് ഇത് കടന്നു പോകുക. അതിൻ്റെ സഞ്ചാരക്രമം ഈ പോയിന്റിൽ കൂടെയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു ചക്രയിൽ മനസ്സുകൊണ്ട് ഈ പ്രാണനെ പിടിച്ചു നിർത്തുകയാണ്, അതായത് ഉറപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് മൂലാധാര ചക്രം ഇങ്ങനെ മനസ്സിൽ കാണുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആ പ്രകൃതിയുടെ ശക്തി, പ്രാണശക്തി ആ മൂലാധാര ചക്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കും. അല്ലെങ്കിൽ സ്വാധിഷ്ഠാനം, അല്ലെങ്കിൽ വിശുദ്ധി, അല്ലെങ്കിൽ ആജ്ഞയിൽ, അല്ലെങ്കിൽ അനാഹതത്തിൽ, അല്ലെങ്കിൽ മണിപൂരകത്തിൽ, അല്ലെങ്കിൽ സ്വാധിഷ്ഠാനത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ പ്രാണവായുവിനെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് മനസ്സാൽ കണ്ടുകൊണ്ട് ആ ചക്രം ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നതായി സങ്കല്പിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ധാരണയാണ് പറയുന്നത്. വൈകുണ്ഠ ലീല അഭിധ്യാനം, ഭഗവാന്റെ ലീല, വൈകുണ്ഠവാസിയായ ഭഗവാന്റെ ലീലകളെ, ആ കഥകളെ ഇങ്ങനെ നിത്യവും കേട്ടിട്ട് നമ്മൾ ആ കഥകളിലൂടെ കേൾക്കുന്ന ഭഗവാന്റെ ആ ശരീരം ഉണ്ടല്ലോ, മനോഹരമായ ആ തിരുകുടൽ, അതിനെ, ആ രൂപത്തെ മനസ്സിലിങ്ങനെ കാണുക. സമാധാനം തദാത്മന, അപ്രകാരം ആത്മന, ആ മനസ്സിനെ സമാധാനം, ശാന്തിയിൽ ആ രൂപത്തെ കണ്ടുകൊണ്ട് സഗുണധ്യാനത്തിലൂടെ മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായ? ഇതാണ് സഗുണധ്യാനം. സഗുണധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്നാണ് ഇവിടെ കപില മഹർഷി പറഞ്ഞത് അമ്മയോട്. അതായത് ആ ഇത്രയും കാര്യങ്ങൾ, ആ പ്രാണവായുവിനെ കാണുക, എന്നിട്ട് ഇന്ദ്രിയങ്ങളെ, അപ്പോൾ ഈ പ്രാണവായുവിൽ കയറി പോകുന്നതിൽ മനസ്സ് വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പലതും കാണും കേൾക്കുന്നുണ്ടാവും, പക്ഷെ അതിലേക്കൊന്നും മനസ്സ് പോവില്ല. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ ഈ പ്രാണവായു ഈ ചക്രകളിലൂടെ കടന്നു പോകുന്നതുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ചക്രയിൽ ഈ പ്രാണശക്തി നിറഞ്ഞു പ്രകാശിക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് കണ്ടതിന് ശേഷം, അതിനുശേഷം ഭഗവാന്റെ ഇഷ്ടമുള്ളത്, ശ്രീരാമനോ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ മഹാദേവനോ ഇഷ്ടമുള്ള ഭഗവാന്റെ ലീല കഥകളിങ്ങനെ സ്ഥിരം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സത്സംഗത്തിലൂടെ, അങ്ങനെ കേൾക്കുന്ന ആ ഭഗവാന്റെ രൂപം, മനോഹരമായ ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിനെ അങ്ങനെ ശാന്തമാക്കിയിട്ട് ആ രൂപത്തിൽ ഏകാഗ്രമാക്കി നിർത്തുക. അപ്പോൾ സങ്കല്പവും നമ്മുടെ ധാരണയും കഴിഞ്ഞു. ധ്യാനം ഇനി പറയുന്നത് ധ്യാനം സമാധി എന്ന രണ്ടാവസ്ഥയാണ് കേട്ടോ. ശ്ലോകം 7 ഏതൈഹി അന്യൈശ്ച പതിഭിഹി മനഃ ദുഷ്ടം അസത്പദം ബുദ്ധ്യാ യുഞ്ജീത ശനകൈഹി ജിതപ്രാണഃ ഹി അതന്ത്രിതഃ. ഏതൈഹി അന്യൈശ്ച പതിഭിഹി മനോ ദുഷ്ട അസത്പദം ബുദ്ധ്യാ യുഞ്ജീത ശനകൈഹി ജിതപ്രാണഃ ഹി അതന്ത്രിതഃ. ഏതൈഹി ഈ മാർഗത്തിലൂടെയോ, അതായത് ഇപ്പോൾ പറഞ്ഞതുണ്ടല്ലോ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഈ മാർഗത്തിലൂടെയോ, ഇനി അന്യൈശ്ച പതിഭിഹി മറ്റേതെങ്കിലും പതിഭിഹി എന്ന് വെച്ചാൽ മാർഗങ്ങളായാലും, ഏത് മാർഗം, ഇനി അഷ്ടാംഗ യോഗ പരിശീലനം മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല. ഈശ്വരനിലേക്ക് എത്താൻ 121, 112 മാർഗങ്ങളാണ്. 21 അല്ല, 112 മാർഗങ്ങളാണ് പല ഗുരുക്കന്മാരും പറഞ്ഞു. ഇനി ശ്ലോകം 8 ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിത ആസനം തസ്മിൻ സ്വസ്തി സമാസീന ഋചുകായ സമഭ്യസ്യേത്.
അതായത് ഈ വക പരിശീലനങ്ങളൊക്കെ ഇതെല്ലാം ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ യമനിയമമൊക്കെ പരിശീലിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ ആസനം, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധിയൊക്കെ ഒരു വാനപ്രസ്ഥ സമയത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അപ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് മതിയായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശുചൗദേശി, പരിശുദ്ധമായ നല്ല തിക്ക് തിരക്കുകളൊന്നുമില്ലാത്ത ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് പ്രതിഷ്ഠാപ്യ ഇരുന്നിട്ട് വിജിത ആസനം, അതായത് നമുക്ക് ആയാസരഹിതമായ ഒരു ആസനത്തിൽ, ആസനം എന്ന് വെച്ചാൽ ഇരിപ്പിടത്തിൽ വേണം ഇരിക്കാൻ, പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ആയാസരഹിതമായി നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് തസ്മിൻ സ്വസ്തി സമാസീന, അങ്ങനെ തസ്മിൻ എന്ന് വെച്ചാൽ അതുപോലെയുള്ള സ്വസ്തി സമാസീന ശാന്തമായ രീതിയിലുള്ള ഒരു ഇരിപ്പിരുന്നിട്ട് കായം ശരീരം ഋജു നേർരേഖയിൽ വെച്ചിട്ട് സമഭ്യസേത് പ്രാണായാമം അഭ്യസിക്കണം. അപ്പോൾ കുടുംബ ജീവിതം നയിക്കുന്ന തിക്കും തിരക്കിൻ്റെ ഇടയിലല്ല, വാനപ്രസ്ഥ സമയമാവുമ്പോൾ നല്ലൊരു ശുദ്ധമായ സ്ഥലം കണ്ടെത്തി വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ആയാസരഹിതമായ ഒരു ഇരിപ്പിടത്തിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ശരീരത്തിനെ നേർരേഖയിൽ വെച്ച് എന്ന് വെച്ചാൽ നട്ടെല്ല് നിവർന്ന് ഇരുന്നു കൊണ്ട് വേണം പ്രാണായാമം സമഭ്യസേത് എന്ന് വെച്ചാൽ അഭ്യസിക്കാനായിട്ട്. ഇനി ശ്ലോകം 9 പറയാണ്, പ്രാണസ്യ ശോധയേത് മാർഗം പൂര കുംഭകരേചകൈ പ്രതികൂലേന വാ ചിത്തം യഥാ സ്ഥിരം അലഞ്ചലം. പ്രതികൂലേന വാ ചിത്തം യഥാ സ്ഥിരം അലഞ്ചലം. അപ്പോൾ പ്രാണസ്യ ശോധയേത് മാർഗം, അതായത് ഈ പ്രാണവായു ഉള്ളിലേക്ക് കടന്നുപോയി പുറത്തേക്ക് പോകുന്ന ആ മാർഗം ഉണ്ടല്ലോ, അതിനെ ശോധയേതെന്ന് വെച്ചാൽ നേരെയാക്കാൻ, അതിനെ നേരായ രീതിയിൽ, അതായത് ഇപ്പം ഞാൻ പറയില്ലേ, നമ്മളിപ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസോച്ഛ്വാസം ഭയങ്കരമായിട്ട് കൂടും, ഹൃദയമിടിപ്പ് കൂടും, നമ്മൾ ഭയങ്കര നോർമലി അല്ലാണ്ട് നമ്മൾ ശ്വാസം വലിക്കും അല്ലേ. മനസ്സ് ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നോർമലായിട്ട് പതുക്കെ ആയിരിക്കും നമ്മുടെ ശ്വാസോച്ഛ്വാസം വരിക. നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കൈയടിച്ചൊക്കെ ചിരിച്ചിരിക്കുമ്പോൾ ആഹ്ലാദം വരുമ്പോഴും നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടും, ദേഷ്യം വരുമ്പോഴും ഒക്കെ കൂടും. ഭയങ്കരമായിട്ട് കരയുമ്പോൾ, നെഞ്ചിടിപ്പും ദുഃഖം വരുമ്പോഴും ശ്വാസോച്ഛ്വാസം കൂടും. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ അതിൻ്റെ ലെവൽ കുറയും. അപ്പോൾ ഈ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ആ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രാണവായു അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ആ മാർഗം നേരെയാക്കാൻ, ശുദ്ധീകരിക്കാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് പൂര കുംഭകരേചകൈ. പൂര ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, കുംഭകം അന്തർകുംഭകം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് വലിച്ച ശ്വാസത്തെ അടച്ചു പിടിക്കുക, ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുക കുറച്ചു നേരം, പുറത്തേക്ക് വിടാതെ. പിന്നെ രേചകൈ എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുക. അങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാന്ന്. അതായത് ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക, എന്നിട്ട് കുറച്ച് നേരം അതിനെ അടക്കി പിടിക്കുക, അതാണ് കുംഭകം ചെയ്യുക എന്ന് പറയുന്നത്. അന്തർകുംഭകം ഉള്ളിൽ പിടിച്ചു വെക്കുക, അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുക. ഇനി പ്രതികൂലേന വാ, ഇനി അത് തിരിച്ചും, അതായത് പുറത്തേക്ക് ശ്വാസം പോകുന്നു, പിന്നെ ബാഹ്യകുംഭകം പുറത്ത് തന്നെ ശ്വാസം വയ്ക്കുന്നു, അതായത് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുന്നില്ല. ശ്ലോകം 10 മനോഹോ അചിരാത് സ്യാത് വിരജം ജിതശ്വാസസ്യ യോഗിനഃ വായു അഗ്നിഭ്യാം യഥാ ലോഹം ധ്മാദം ത്യജതി വൈ മലം. മനോഹോ മനസ്സ് അചിരാത് ഉടനെ തന്നെ, സ്യാത് വിരജം പരിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന്, അതായത് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, യോഗിനഃ ഒരു യോഗിയുടെ, ജിതശ്വാസസ്യ ഇപ്രകാരം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് പ്രാണായാമം പരിശീലിക്കുന്ന ഒരു യോഗിയുടെ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. അത് ഏതുപോലെയാണെന്നാണ് പറയുന്നത്. വായു അഗ്നിഭ്യാം യഥ, വായുവിനാലും അഗ്നിയാലും എപ്രകാരമാണോ ലോഹം ഒരു സ്വർണം ധ്മാദം എന്ന് വെച്ചാൽ അത് ചൂടാക്കുമ്പോൾ ത്യജതി വൈ മലം എന്ന് വെച്ചാൽ അതിലെ അഴുക്ക് അശുദ്ധി ത്യജതി ഇല്ലാതാകുന്നത്. അപ്പോൾ സ്വർണം അഗ്നിയിൽ തീയിലിട്ടിട്ട് അത് ഊതി തീ കത്തിങ്ങനെ നിൽക്കുമ്പോൾ ആ സ്വർണത്തിലെ അഴുക്കുകൾ പോയി അത് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, അതിലെ അഴുക്കുകൾ ഉരുകി ഇല്ലാതാക്കി പോകുന്നത് പോലെ പ്രാണായാമ പരിശീലനത്തിലൂടെ ശ്വാസമുള്ളിലേക്ക് വലിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും പുറത്തേക്ക് വിടുന്നതും, ഇങ്ങനെ അത് അറിഞ്ഞുകൊണ്ട്
നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രാണായാമം പരിശീലിക്കാം. നമ്മൾ സാധാരണ ശ്വാസം വലിച്ചു വിടുന്നത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ പ്രവൃത്തികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അറിഞ്ഞ് ശ്വാസത്തെ വലിക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിൽ പിടിച്ചു നിർത്തുക. അതായത് ശ്വാസോച്ഛ്വാസം അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ആ യോഗിയുടെ മനസ്സ് അയാൾക്ക്, ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പം മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, മനസ്സ് ശ്വാസോച്ഛ്വാസത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ പരിശുദ്ധമാകുന്നു എന്നർത്ഥം. അങ്ങനെ പ്രാണായാമം, അങ്ങനെ ഈ യോഗ പരിശീലിക്കുമ്പോൾ, ഈ ഒരു അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ വരുന്ന നേട്ടങ്ങൾ എന്താണെന്നാണ് ശ്ലോകം 11 പറയുന്നത്. പ്രാണായാമൈഹി ദഹേത് ദോഷാൻ ധാരണാഭിഹി ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേന അനീശ്വരാൻ ഗുണാൻ. പ്രാണായാമൈഹി, പ്രാണായാമത്താൽ ദോഷാത് ദഹേത്, എല്ലാ ശരീരത്തിൻ്റെ ദോഷങ്ങളും ഇല്ലാതാകുന്നു. എന്ന് വെച്ചാൽ ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വായു, പിത്തം, കഫം, ഇത് മൂന്നുമാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ വരാനുള്ള കാരണം, ആരോഗ്യം കുറയുന്നതിൻ്റെ കാരണം. അപ്പോൾ പ്രാണായാമ പരിശീലനത്തിലൂടെ, ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെതായ എല്ലാ മാലിന്യങ്ങളും, അഴുക്കുകളും, എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഇല്ലാതായി ശുദ്ധീകരിക്കപ്പെടുന്നു. ഇനി ധാരണാദിഭിഹി, ധാരണ മനസ്സിൻ്റെ സങ്കല്പം, ഈശ്വര സങ്കല്പത്തിൽ മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ കിൽബിഷാൻ, സകല പാപങ്ങളും അവിടെ ദഹിച്ചില്ലാതാകുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി പാപമായും പുണ്യമായും വേർതിരിക്കുന്നത് മനസ്സാണ്, നമ്മുടെ ചിന്തകളാണല്ലേ. നമ്മൾ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ചെയ്യുമ്പോൾ അത് സാത്വികമല്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി, നമ്മുടെ ചിന്തയാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയാണെങ്കിലും അതിനെ പാപമായും പുണ്യമായും വേർതിരിക്കുന്നത് മനസ്സിലെ ചിന്തകളാണ്. സങ്കല്പം എന്താണോ അതാണ് ആ പ്രവൃത്തിയുടെ പ്രാരാബ്ധത്തെ, കർമ്മഫലത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മനസ്സ് അപ്പം നമ്മുടെ മനസ്സ് സദാ ഇങ്ങനെ ചിന്തകളിലല്ലാതെ പ്രാണായാമത്തിൽ, ഈശ്വര സങ്കല്പത്തിൽ, ധാരണയിൽ ഏകാഗ്രപ്പെടുമ്പോൾ നമ്മുടെ പാപപുണ്യങ്ങൾ അവിടെ ഇല്ലാതാകുന്നു. കാരണം മനസ്സ് ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരനിലാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഞാനെന്ന ഭാവവും അതിനെ പോലെ ഇത് നല്ലത്, ഇത് ചീത്ത എന്നിങ്ങനെയുള്ള വേർതിരിവുകളും ഇല്ലാതെ വരുമ്പോൾ പാപപുണ്യങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. അപ്പോൾ പ്രാണായാമത്താൽ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു. ധാരണ എന്ന ക്രിയയിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. പ്രത്യാഹാരേണ സംസർഗാൻ, പ്രത്യാഹാരത്താൽ ഈ ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധം, മമത ഇല്ലാതാകുന്നു. അറിയാലോ, ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളെ സ്വീകരിക്കുമ്പോൾ കണ്ണ്, കാഴ്ച, ശബ്ദം, ഗന്ധം, സ്വാദ്, രുചി, അതുപോലെ സ്പർശം എന്നിങ്ങനെ വിഷയങ്ങളെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ മനസ്സ് അതിനെ ആഹരിക്കാതിരിക്കാം, മനസ്സ് അതിനെ അനുഭവിക്കാതിരിക്കുമ്പോൾ, മനസ്സ് അതിൽ പെട്ടുപോകാതിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൗതിക വിഷയങ്ങളോടുള്ള മമത, അറ്റാച്ച്മെൻ്റ് ഇല്ലാതാകുന്നു. ഇനി ധ്യാനത്താൽ അനീശ്വരാൻ ഗുണാൻ, പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാകുന്നു. കാരണം ധ്യാനം ചെയ്യുന്നവൻ്റെ മനസ്സ് ആ ധാരണയിൽ, ഈശ്വരനിൽ, ആ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ ധ്യാനം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഫലമായി സാത്വികവും രാജസികവും താമസികവുമായ ചിന്തകളാണല്ലോ മനസ്സിലുണ്ടാവുന്നത്. എന്നാൽ ഇതേ മനസ്സ് ഈ 3 വഴിക്കുള്ള ചിന്തയിലേക്കും പോവാതെ ഈശ്വര സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്നതോടു കൂടിയിട്ട് ആ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തമാകാനും സാധിക്കുന്നു. അപ്പോൾ അഷ്ടാംഗ യോഗ പരിശീലനത്തിലെ പ്രാണായാമത്തിലൂടെ ഏറ്റവും ആദ്യം നമ്മൾ യമവും നിയമവും പരിശീലിക്കുമ്പോൾ ശരീരവും മനസ്സും പരിശുദ്ധമാക്കപ്പെടുന്നു. ആസനത്തിൽ നമ്മൾ അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പ്, ഇരിപ്പിടം തയ്യാറാക്കുന്നു. പ്രാണായാമ പരിശീലനത്തിലൂടെ ശരീരത്തിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാകുന്നു. ധാരണ, സങ്കല്പം, ഈശ്വര സങ്കല്പം മനസ്സിൽ ഉറയ്ക്കുന്നതോടെ പാപപുണ്യങ്ങൾ, മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. പ്രത്യാഹാരേണ, ആ കർമ്മത്തിലൂടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലെ വിഷയങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, മമത ഇല്ലാതാകുന്നു. ധ്യാനത്താൽ സത്വരജതമോ ഗുണങ്ങളിൽ നിന്നും മനസ്സ് മുക്തമാവുകയും ചെയ്യുന്നു. അപ്പോൾ അഷ്ടാംഗയോഗ പരിശീലനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്, നേട്ടത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ഇനി ശ്ലോകം 12. യഥാ മനഃ സ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ടാം ഭഗവതഃ ധ്യായേത് സ്വനാസ അഗ്ര അവലോകനഃ. യഥാ, എപ്പോഴാണോ സ്വം മനസ്സ്,
സ്വം മനഃ സ്വന്തം മനസ്സ് വിരജം ശുദ്ധീകരിക്കപ്പെടുന്നത്, രജോ ഗുണങ്ങളിൽ നിന്നൊക്കെ ഇല്ലാതെ ശുദ്ധീകരിക്കപ്പെടുന്നത്, സുസമാഹിതം യോഗേന യോഗ പരിശീലനത്തിലൂടെ മനസ്സ് ഏകാഗ്രമായി എപ്പോഴാണോ നമ്മുടെ മനസ്സിലെ ചിന്തകളില്ലാത്ത രീതിയിൽ മനസ്സടങ്ങി ശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പോൾ ഭഗവതഃ കാഷ്ടാം ഭഗവാന്റെ ആ ശരീരത്തെ ധ്യാനിക്കുക എന്നാണ്. ഭഗവാന്റെ ഇഷ്ടമൂർത്തിയുടെ ശരീരത്തെ ആ തിരുവുടലിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹൃദയാന്തർഭാഗത്ത് കണ്ടുകൊണ്ട് ധ്യാനിക്കുക. സ്വനാസ അഗ്ര അവലോകന ആ സമയത്ത് സ്വനാസ നമ്മുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്തേക്ക് കണ്ണ് ദൃഷ്ടി പതിപ്പിക്കുക. അതായത് രണ്ട് പുരുകക്കൊടികളുടെയും മധ്യത്തിലുള്ള ആജ്ഞാചക്രയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ഭഗവാന്റെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഭഗവാന്റെ ശരീരരൂപത്തെ ആ തിരുവുടലിനെ ആ പൂർണ്ണ രൂപത്തിൽ ഭഗവാന്റെ ആ രൂപത്തെ അവിടെ കണ്ടുകൊണ്ട് മനസ്സ് ആ രൂപത്തിൽ തന്നെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ധ്യാനിക്കുന്നതോടുകൂടി മനസ്സ് മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തമായി ശുദ്ധീകരിച്ച് മനസ്സടങ്ങുന്നു. ഇനി 13 തൊട്ടുള്ള 5-6 ശ്ലോകങ്ങളിൽ പറയുന്നത് അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ തിരുവുടലിനെ ശരീരരൂപത്തെ കാണണമെന്ന് പറഞ്ഞില്ലേ മനസ്സ് ധ്യാനിക്കുമ്പോൾ അത് ഏത് രൂപത്തിലുള്ള ഭഗവത് സ്വരൂപത്തെ തിരുവുടലിനെയാണ് ഭഗവാന്റെ ശരീരത്തെയാണ് ഏത് രൂപത്തിലുള്ള ശരീരത്തെയാണ് നമ്മൾ കാണേണ്ടത്. അത് ഇവിടെ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വന്തം അമ്മയ്ക്ക് കപില വാസുദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ തിരുവുടൽ ആ രൂപം എങ്ങനെയാണെന്നാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം 13 പ്രസന്നവദനം അംബോജം പത്മഗർഭ അരുണ ഈക്ഷണം നീലോത്പല ദളശ്യാമം ശംഖചക്രഗദാധരം. ശ്ലോകം 14 ലസത് പങ്കജ കിഞ്ചൽക്ക പീതകൗശേയ വാസസം ശ്രീവത്സ വക്ഷസം ഭ്രാജത് കൗസ്തുഭ ആമുക്ത കന്ദരം. ഈ 2 ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. പ്രസന്നവദനം അംബോജം തെളിഞ്ഞ താമരപ്പൂ പോലെയുള്ള മുഖം ഭഗവാന്റെ രൂപം. അപ്പം നമുക്കും അത് മനസ്സിൽ കാണാം, സങ്കല്പിക്കാം. പത്മഗർഭ അരുണ ഈക്ഷണം താമരയുടെ ഉൾഭാഗം പോലെ അരുണാഭമായ ചുവന്ന നിറമുള്ള നയനം കണ്ണുകൾ. നീലോത്പല ദളശ്യാമം നീലത്താമരയുടെ ഇതളുകൾക്ക് സമാനമായ ഇരുണ്ട ശരീരം. ശംഖചക്ര ഗദാധരം ശംഖ് ചക്രം ഗദ എന്നിവ കയ്യിൽ ധരിച്ചിരിക്കുന്ന രൂപം. മനസ്സിലായില്ലേ? ഇനി അത് കഴിഞ്ഞിട്ടില്ല, ഭഗവാന്റെ ആ രൂപവർണ്ണന ഇനിയുണ്ട്. ലസത് പങ്കജ കിഞ്ചൽക്ക പീതകൗശേയ വാസസം. ലസത്ത് പ്രകാശിക്കുന്ന, പങ്കജം താമരപ്പൂവിൻ്റെ, കിഞ്ചൽക്കം താമരപ്പൂവിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിലെ നാരുകൾ കാണാം. ആ കിഞ്ചൽക്കം ആ നാരുകളുടെ കൗശേയ വാസസം വാസം എന്ന് വെച്ചാൽ ആ മഞ്ഞ നിറം താമരപ്പൂവിൻ്റെ മധ്യഭാഗത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള നാരുകളുടെ ആ നിറമുള്ള മഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു. ശ്രീവത്സ വക്ഷസം പ്രാജത്ത് ശ്രീവത്സം എന്ന മറുകിനാൽ പ്രകാശിക്കുന്ന മാറിടം. പിന്നെ കൗസ്തുഭ ആമുക്ത കന്ദരം കൗസ്തുഭ രത്നം കണ്ഠഭാഗത്ത് അണിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആ രത്നത്തിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്ന കണ്ഠം. അപ്പോൾ ശരീരഭാഗത്തിൻ്റെ വർണ്ണനയാണ് കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ വേണം നമ്മളും ആ രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലോ. അപ്പോൾ ഇവിടെ കപില വാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ രൂപത്തിൽ സങ്കല്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ധ്യാനിക്കുമ്പോൾ. അപ്പോൾ തെളിഞ്ഞ താമരപ്പൂ പോലെയുള്ള മുഖം, താമരയുടെ മധ്യഭാഗം പോലെ ചുവന്ന കണ്ണുകൾ, നീലത്താമര പോലെ ഇരുണ്ട ശരീരം, ശംഖചക്ര ഗദ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞപ്പട്ട് ഉടയാട ചാർത്തിയിരിക്കുന്നു. ശ്രീവത്സം എന്ന മറുക് മാറിൽ പതിഞ്ഞിരിക്കുന്നു. കൗസ്തുഭരത്നത്തിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്ന കണ്ഠഭാഗം. ഇനി 15-16 മത്ത ദ്വിരേഭ കലയാ പരീതം വനമാലയാ പരാർദ്യഹാര വലയ കിരീട അങ്കദം നൂപുരം. 16 കാഞ്ചി ഗുണ ഉല്ലസ ശ്രോണി ഹൃദയാംബോജ വിഷ്ടരം ദർശനീയതമം ശാന്ത മനോനയന വർദ്ധനം. അപ്പോൾ 15-ാമത്തെ മത്ത ദ്വിരേപ മത്ത് പിടിച്ച ലഹരി പിടിച്ച എന്നർത്ഥം. അതായത് തേൻ കുടിച്ച് ലഹരി പിടിച്ച വണ്ടുകൾ അവയുടെ കലയ മൂളിപ്പാട്ടോടു കൂടിയ വനമാലയാ പരീതം വനമാല കഴുത്തിൽ ചാർത്തിയിരിക്കുന്നു ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന പുഷ്പഹാരം അതിലെ മണം കിട്ടിട്ട് വന്നിരിക്കുന്ന തേനീച്ചകളുടെ വണ്ടുകളുടെ മൂളിപ്പാട്ട് അവിടെ കേൾക്കാം. അതാണ് ആ വണ്ടുകളുടെ മൂളിപ്പാട്ടുകൾ നിറഞ്ഞ വനമാല കഴുത്തിൽ ചാർത്തിയിരിക്കുന്നു. പരാർദ്യ എന്ന് വെച്ചാൽ അമൂല്യമായ ഹാരം മുത്തുമാല അണിഞ്ഞിരിക്കുന്നു. വലയം കൈവളകൾ, കിരീടമുണ്ട്. അങ്കദം എന്നാൽ കാപ്പുണ്ട്. നൂപുരം കാൽ ചിലങ്കൾ അണിഞ്ഞ ഭഗവാന്റെ രൂപം. കഴിഞ്ഞിട്ടില്ല. കാഞ്ചി ഗുണ ഉല്ലസ ശ്രോണി അരഞ്ഞാണത്താൽ കാഞ്ചി അരഞ്ഞാണം അരക്കെട്ടിൽ അരഞ്ഞാണുണ്ട്. ഈ അരഞ്ഞാണത്തിൻ്റെ കിലുക്കമുണ്ട്. അതുപോലെ അതിൽ പതിപ്പിച്ച രത്നങ്ങളാൽ പ്രകാശിക്കുന്ന അരക്കെട്ട്. അങ്ങനെയുള്ള അരക്കെട്ട്. ഹൃദയാംബോജ വിഷ്ടരം
ഭക്തൻ്റെ ഹൃദയാംബോജം, ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവൻ, ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണല്ലോ ഭഗവാൻ. അങ്ങനെ ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനുമായ ഭഗവാൻ ദർശനീയതമം, കാണാൻ അതിമനോഹരമാണ് ഭഗവാന്റെ രൂപം. ശാന്തമായ രൂപം, മനോനയന മർദ്ദനം, മനസ്സിനും കണ്ണിനും ആഹ്ലാദം നൽകുന്ന ആ ഭഗവാന്റെ രൂപമാണ് നമ്മൾ ധ്യാനത്തിൽ കാണേണ്ടത്. ഇനി 17 അബീജദർശനം ശശ്വത് സർവലോക നമസ്കൃതം സന്തം വയസ്സി കൗശേരെ ഭൃത്യ അനുഗ്രഹകാതരം. അബീജദർശനം, കാണാൻ അത്രമാത്രം മനോഹരമായ ഭഗവാന്റെ രൂപം, സർവലോക നമസ്കൃതം, എല്ലാ ലോകത്തുമുള്ള എല്ലാ ലോകവാസികളാലും നമസ്കരിക്കപ്പെടുന്ന ശാശ്വതമായ ആ രൂപം. സന്തം, സ്ഥിതി ചെയ്യുന്നത് വയസ്സി കൗശോരെ എന്ന് വെച്ചാൽ യൗവനപ്രായത്തിലാണെന്ന്. വയസ്സി കൗശേരെ, കൗമാരം, യൗവനപ്രായത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ രൂപം. ഭൃത്യ അനുഗ്രഹകാതരം, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക. എന്താ എന്നെ വിളിക്കാത്തേ, എന്താ എന്നെ പ്രാർത്ഥിക്കാത്തത് എന്ന് പറഞ്ഞ് ഭക്തനെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന, ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം. അപ്പം അത്യധികം മനോഹരവും ശാശ്വതമായിട്ടുള്ളതുമായ എല്ലാ ലോകനിവാസികളാലും നമസ്കരിക്കപ്പെടുന്ന കൗമാരപ്രായത്തിലുള്ള എല്ലാ ഭക്തനെയും അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെയാണ് മനസ്സിൽ കണ്ട് ആരാധിക്കേണ്ടത്. ഇനിയുമുണ്ട് ഭഗവാന്റെ മഹാത്മ്യം 18. കീർത്തന്യ തീർത്ഥയശസം പുണ്യശ്ലോക യശസ്കരം ധ്യായേത് ദേവം സമഗ്രം അംഗം യാവത് ന ച്യവതേ മനഃ. കീർത്തന്യ തീർത്ഥയശസം, കീർത്തിക്കപ്പെടേണ്ട യശസ്സുകളോട് കൂടിയവനാണ് ആ ഭഗവാൻ. അത്രയ്ക്കും മഹാത്മ്യങ്ങളുള്ള ഭഗവാൻ. പുണ്യശ്ലോക യശസ്കരം, പുണ്യശ്ലോക എന്ന് വെച്ചാൽ ഭഗവാന്റെ ശ്രേഷ്ഠ ഭക്തന്മാരെ, അവരുടെ യശസ്കരം, അവരുടെ യശസ്സിനെയും ഉയർത്തുന്നവനാണ് ആ ഭഗവാൻ. അപ്പം ഭഗവാന്റെ സ്വന്തം മാഹാത്മ്യത്താൽ അത്രമാത്രം കീർത്തിക്കപ്പെടേണ്ടവനും ഭഗവാന്റെ ശ്രേഷ്ഠ ഉത്തമ ഭക്തന്മാരുടെ യശസ്സിനെ പോലും ഉയർത്തിയവനായിരുന്നു ആ ഭഗവാൻ. പ്രഹ്ലാദൻ, മഹാബലി, ഇവരൊക്കെ ലോകം അറിഞ്ഞത് ഭഗവാന്റെയോടുള്ള ഭക്തി കൊണ്ടാണ്. അപ്പം ഉത്തമ ഭക്തന്മാരുടെ യശസ്സിനെ പോലും ഉയർത്തിയ ആ ഭഗവാനെ യാവത് ദേവം, അങ്ങനെയുള്ള ആ ഭഗവാനെ സമഗ്ര അംഗം, പൂർണ്ണ ശരീര രൂപത്തോടു കൂടിയിട്ട്, സർവ്വ അംഗങ്ങളോടും കൂടിയിട്ട്, യാവത് അതുവരെ, ന ച്യവതേ മനഃ, മനസ്സ്, അതായത് വ്യതിചലിക്കാതെ എത്ര നേരം ആ ഭഗവാന്റെ രൂപത്തിൽ ഏകാഗ്രപ്പെട്ടിരിക്കാമോ അത്രയും നേരം ആ സമഗ്ര അംഗത്തോടും മുഴുവൻ അംഗങ്ങളോടും കൂടിയ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ഇങ്ങനെ മനസ്സിനെ അവിടെ പിടിച്ച് നിർത്തി ധ്യാനിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര നേരം നമുക്ക് മനസ്സ് ആ രൂപത്തിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി മറ്റൊന്നിലേക്കും പോവാതെ കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ കഴിയുന്നുവോ അത്രയും നേരം ഭഗവാന്റെ ഈ രൂപത്തെ, ഇപ്രകാരം വർണ്ണിക്കപ്പെട്ട ആ രൂപത്തെ കണ്ടുകൊണ്ട് ധ്യാനിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.